നാൻസി റാണി മൂവി വിവാദത്തെക്കുറിച്ചുള്ള അഹാന കൃഷ്ണയുടെ പ്രസ്താവന. നാൻസി റാണി എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ അഹാന കൃഷ്ണ അഭിസംബോധന ചെയ്യുന്നു. പ്രതികരിക്കണോ വേണ്ടയോ എന്നാലോചിച്ച് വളരെ കാലം മൗനം പാലിച്ചുവെന്ന് അവർ വിശദീകരിക്കുന്നു. 2023 അന്തരിച്ച സംവിധായകൻ മനു ജെയിംസിനെയും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ നൈനയെയും ഇതിൽ പരാമർശിക്കേണ്ടതുണ്ട്. മരിച്ച ഒരാളെ പരസ്യമായി വിമർശിക്കാനോ സോഷ്യൽ മീഡിയയിൽ നൈനയുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്താനോ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അഹാന പറയുന്നു. എന്നിരുന്നാലും നൈന പരസ്യമായി തന്നെ പ്രൊഫഷണൽ അല്ലെന്നും അധാർമികയാണെന്നും ആരോപിച്ചതിനാൽ തൻ്റെ ഭാഗം പങ്കുവയ്ക്കാൻ അഹാന നിർബന്ധിതയാകുന്നു. നാൻസി റാണിയിൽ പ്രവർത്തിച്ച പലർക്കും സമാനമായ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അവരാണ് അവളെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്. 2020 ഫെബ്രുവരിയിൽ ആരംഭിച്ച സിനിമയുടെ ഷൂട്ടിംഗ് നിരവധി പ്രശ്നങ്ങൾ നേരിട്ടു. പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളെ നിയമിക്കാനുള്ള അഭ്യർത്ഥനകൾ അവർ ചെവികൊണ്ടില്ല. അനുഭവ പരിചയമില്ലാത്ത മനു ജെയിംസ് സംവിധാനവും നിർമ്മാണവും സ്വയം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇത് കാര്യക്ഷമതയില്ലായ്മയിലേക്ക് നയിച്ചെങ്കിലും 2020 ഒക്ടോബറിൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അഹാന തൻ്റേതാകുന്ന ശ്രമങ്ങൾ നടത്തി. സംവിധായകൻ മനു ജെയിംസുമായി നേരിട്ട വെല്ലുവിളികൾക്കിടയിലും നാൻസി റാണിയെ പിന്തുണയ്ക്കാനുള്ള തൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് അഹാന കൃഷ്ണ വിശദീകരിച്ചു. മനു ജെയിംസിൻ്റെ പെരുമാറ്റം. ചില അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കൊപ്പം മദ്യപിച്ചാണ് അദ്ദേഹം പലപ്പോഴും സെറ്റിലെത്തിയത്. അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ഉൾപ്പെടെയുള്ള ടീമിന് പലപ്പോഴും ഇത് കാരണം സമയത്ത് കാത്തിരിക്കേണ്ടി വന്നു. മനു സെറ്റിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചതിൻ്റെ വാട്സപ്പ് ചാറ്റ് തെളിവ് തൻ്റെ കൈവശമുണ്ടെന്ന് അഹാന അവകാശപ്പെടുന്നു. പ്രൊഫഷണൽ അല്ലാത്ത ചിത്രീകരണ പ്രക്രിയ. 2020 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഷൂട്ടിംഗ് 2021 ഡിസംബർ വരെ നീണ്ടുനിന്നു. ശരിയായ ആസൂത്രണമില്ലാതെ ക്രമരഹിതമായി മണിക്കൂറുകളോളം ഇത് നടന്നു. ഇത് ക്രൂവിന് അസൗകര്യമുണ്ടാക്കി. വസ്ത്രങ്ങളുടെ അഭാവം, അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കിടയിലുള്ള ആശയക്കുഴപ്പം, പൊതുവായൊരു സംഘടനാ അഭാവം എന്നിവ ഉണ്ടായിരുന്നു. സമയമോ ബഡ്ജറ്റോ പരിഗണിക്കാതെ സംവിധായകന്റെ ഇഷ്ടപ്രകാരം ഷൂട്ടിംഗ് ആരംഭിക്കുകയും നിർത്തുകയും ചെയ്തു. 2021 ഡിസംബറിൽ തൻ്റെ അവസാന ചിത്രീകരണത്തിന് ശേഷം ഒരു സ്ത്രീ വേഷത്തിനായി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ തിരയുന്ന സിനിമയുടെ ടീമിൽ നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അഹാന ശ്രദ്ധിച്ചു. തൻ്റെ റോളിന് വേണ്ടിയാണോ എന്ന് സംശയിച്ച് അവൾ മനുവിനെയും നൈനയെയും ബന്ധപ്പെട്ടെങ്കിലും ഒരു പ്രതികരണവും ലഭിച്ചില്ല. അവഗണിക്കപ്പെട്ട ഈ സന്ദേശങ്ങളുടെ ചാറ്റ് പ്രൂഫ് തൻ്റെ കൈവശമുണ്ടെന്ന് അവൾ അവകാശപ്പെട്ടു. ഈ വിഷയങ്ങൾ നിരാശാജനകമാണെങ്കിലും സിനിമയുടെ പ്രചരണത്തിൽ നിന്ന് താൻ പിന്മാറിയതിൻ്റെ പ്രധാന കാരണം ഇതൊന്നുമല്ല. നാൻസി റാണിയിലെ തൻ്റെ വേഷത്തിന് തൻ്റെ അറിവില്ലാതെ മറ്റൊരാൾ ഡബ്ബ് ചെയ്തതായി അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്ന് അഹാന കൃഷ്ണ പറയുന്നു. ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ മറ്റൊരു നടി തന്നെ പോലെ അഭിനയിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ക്രൂ അംഗങ്ങൾ അവരെ അറിയിച്ചു. എന്നിരുന്നാലും ഈ രംഗങ്ങൾക്കായി അവളെ ഒരിക്കലും തിരികെ വിളിച്ചില്ല. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചോ ഇല്ലയോ എന്നൊന്നും അഹാനയ്ക്ക് ഉറപ്പില്ല. തൻ്റെ സംഭാവനയെ മാനിക്കാതെ തൻ്റെ ജോലിയിൽ മാറ്റം വരുത്തിയതിനാൽ സിനിമ ഇനി തനിക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് അഹാനയ്ക്ക് മനസ്സിലായി. 2022 ഏപ്രിലിൽ ഡബ്ബിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ നൈന ജെയിംസ് അഹാനയുടെ അമ്മയെ വിളിച്ചു. അഹാനയുടെ ശബ്ദം വേണമെങ്കിൽ എന്തിനാണ് മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ അന്വേഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ നൈന നേരിട്ട് ഉത്തരം നൽകുന്നത് ഒഴിവാക്കി. സെറ്റിൽ അഹാന പ്രൊഫഷണൽ അല്ലെന്ന് നൈന പറഞ്ഞു. സംവിധായകൻ മനു ജെയിംസ് സെറ്റിൽ മദ്യപിക്കുമ്പോൾ പലപ്പോഴും ഷൂട്ടിങ്ങുകൾക്കായി കാത്തിരിക്കാറുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അഹാനയുടെ അമ്മ അവരോട് സംസാരിച്ചപ്പോൾ മറുപടിയായി നൈന ഒരു ഞെട്ടിപ്പിക്കുന്ന അവകാശവാദം നടത്തി. കുറഞ്ഞത് എൻ്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. നിങ്ങളുടെ മകൾ മയക്കുമരുന്നിനടിമയായിരുന്നു. അഹാനയുടെ അമ്മയ്ക്ക് വെറുപ്പ് തോന്നി. കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തെറ്റായ അവകാശവാദങ്ങൾ പറയുന്നത് നിർത്താൻ നൈനയോട് ഉറച്ചു പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം 8-9 മാസത്തേക്ക് അഹാനയ്ക്ക് മനുവുമായോ നൈനയുമായോ ഒരാശയവിനിമയവും ഉണ്ടായിരുന്നില്ല. സിനിമയുടെ പുരോഗതിയെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. 2022 ഡിസംബറിൽ മലയാള ചലച്ചിത്ര മേഖലയിലെ ഒരു നടിയെ അഹാന കണ്ടുമുട്ടി. മനു ജെയിംസും നൈനയും ചില അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഒരു മീറ്റിംഗിൽ തന്നെക്കുറിച്ച് സംസാരിച്ചതായി അവർ വെളിപ്പെടുത്തി. അഹാനയെ ഒരു കഴിവുള്ള നടിയായി മനു വിശേഷിപ്പിച്ചെങ്കിലും അവൾ പ്രൊഫഷണൽ അല്ലെന്നും വൈകിയെത്തിയെന്നും ഷൂട്ടിംഗ് ദിവസങ്ങളിൽ ക്രമരഹിതമായ യാത്രകൾ നടത്തിയെന്നും മയക്കുമരുന്ന് ഉപയോഗം മൂലം പ്രശ്നങ്ങളുണ്ടായെന്നും മനു ആരോപിച്ചു.
2023 ജനുവരിയിൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റും അഹാനയുടെ അഭ്യുദയാകാംക്ഷിയുമായ സംഗീത ജനചന്ദ്രൻ മനുവിനെയും നയനയെയും കണ്ടുമുട്ടി. കൂടിക്കാഴ്ചയ്ക്കിടെ അവർ വീണ്ടും ഇതേ ആരോപണങ്ങൾ ആവർത്തിച്ചു. ഞെട്ടിപ്പോയ സംഗീത ഉടൻ തന്നെ അഹാനയെ വിവരമറിയിച്ചു. തെറ്റായ അവകാശവാദങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കിയ അഹാനയുടെ മാതാപിതാക്കൾ മനുവിനെ നേരിടാൻ അവളെ ഉപദേശിച്ചു. 2023 ജനുവരി 26 അവൾ അവനെ വിളിച്ചു. കിംവദന്തികൾ പ്രചരിപ്പിച്ചതായി അയാൾ സമ്മതിക്കുകയും അവ പിൻവലിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തൻ്റെ തെറ്റിന് ക്ഷമാപണം നടത്തി അത് തിരുത്താൻ സമ്മതിച്ചുകൊണ്ട് മനു പിന്നീട് ഒരു വാട്സപ്പ് വോയിസ് നോട്ട് അയച്ചു. ഈ സംഭാഷണത്തിന് ഏകദേശം 20 ദിവസങ്ങൾക്ക് ശേഷം നിർഭാഗ്യവശാൽ മനു ജെയിംസ് മരിച്ചു. പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അഹാന ക്ഷമിക്കണമെന്നും പ്രമോഷനുകളിൽ പങ്കെടുക്കണമെന്നും നയന അവകാശപ്പെട്ടിരുന്നു. ഇതൊരു ചെറിയ പ്രശ്നമല്ലെന്നും നിയമ നടപടി പരിഗണിക്കാൻ മാത്രം ഗൗരവമുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് അഹാന ഇത് നിഷേധിക്കുന്നു. നയനയ്ക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിയാമെന്നും അവയിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്നും അഹാന പറയുന്നു. സിനിമയെ പ്രോത്സാഹിപ്പിക്കാത്തതിന് പൊതുജനങ്ങളുടെ വിമർശനമുണ്ടായിട്ടും മാസങ്ങളോളം താൻ മൗനം പാലിച്ചത് മാനുഷിക പരിഗണന കൊണ്ടാണെന്ന് അഹാന തിരിച്ചടിക്കുന്നു. നയന തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച ആദ്യ പത്രസമ്മേളനത്തിന് ശേഷവും അഹാന ഉടനടി പ്രതികരിക്കാൻ തയ്യാറായില്ല. ആദ്യം അഹാന മൗനം പാലിച്ചു. എന്നാൽ മാധ്യമങ്ങളിൽ ആവർത്തിച്ചുള്ള തെറ്റായ വിവരണങ്ങൾ കണ്ടപ്പോൾ സത്യം വ്യക്തമാക്കേണ്ടത് ആവശ്യമാണെന്ന് അവൾക്ക് തോന്നി. മനു ജെയിംസിന്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം യാദൃശ്ചികമായി അഹാന നയനയെ കണ്ടുമുട്ടി. നയന തന്നെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും അഹാന അവളെ ആശ്വസിപ്പിക്കുകയും മാന്യമായി സംസാരിക്കുകയും ചെയ്തു. മയക്കുമരുന്ന് കിംവദന്തികളെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. നയനയ്ക്ക് അവയ്ക്ക് വിശദീകരണമോ ന്യായീകരണമോ ഉണ്ടായിരുന്നില്ല. സമയത്തിൻ്റെയും പണത്തിൻ്റെയും ദുരുപയോഗം മൂലമാണ് ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്നും ഇത് സിനിമയുടെ നിർമ്മാണത്തെ ബാധിച്ചുവെന്നും അഹാന സൂചിപ്പിക്കുന്നു. നാൻസി റാണിയുടെ പ്രമോഷൻ ചെയ്യേണ്ടി വരുന്ന ഒരു കരാറിലും താൻ ഒരിക്കലും ഒപ്പുവെച്ചിട്ടില്ലെന്ന് അഹാന വ്യക്തമാക്കുന്നു. സിനിമ ശരിയായി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അവർ മനസ്സോടെ അത് പ്രമോട്ട് ചെയ്യുമായിരുന്നു. തുടക്കത്തിൽ മനു ജെയിംസിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നയന ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെന്ന് അഹാന വിശ്വസിച്ചു. എന്നിരുന്നാലും 2023 സെപ്റ്റംബർ 5 നയനയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാട്സപ്പ് സന്ദേശം ലഭിച്ചതിന് ശേഷം അവൾ മറിച്ചാണ് തിരിച്ചറിഞ്ഞത്. പിന്നീട് അവളോട് സംസാരിച്ചില്ല. നാൻസി റാണിയെ പ്രമോട്ട് ചെയ്യുന്നതിനായി നയന തൻ്റെ പേര് ഒരു മാർക്കറ്റിംഗ് ഉപകരണമായി ഉപയോഗിച്ചുവെന്ന് അഹാന അവകാശപ്പെടുന്നു. സാഹചര്യം ദുരുപയോഗം ചെയ്തതായും സിനിമയുടെ പരാജയത്തിന് നയനയെ തെറ്റായി കുറ്റപ്പെടുത്തിയതായും നയന ആരോപിക്കുന്നു. സത്യമറിയാമായിരുന്നിട്ടും നയന ഇപ്പോഴും തന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നതായി തോന്നുന്നു. മനുവിനോടോ നയനയോടോ അവൾക്കൊരു വിദ്വേഷവുമില്ല. അവർ നിരാശയിൽ നിന്നാണ് അങ്ങനെ ചെയ്തതെന്ന് കരുതുക. സിനിമ വിജയിക്കട്ടെ, മനുവിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാൻസി റാണി വിവാദത്തോടുള്ള അഹാന കൃഷ്ണയുടെ പ്രതികരണത്തിലെ അവസാന പ്രസ്താവനയാണിത്.